ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹരിയുടെ കാമുകിയും കൂട്ടി ഒരു റിസോർട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. അവിടെ വന്ന് ആടിപ്പാടിയൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു റൂം എടുക്കണമെന്നെല്ലാം പറയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബോയോട് ചോദിക്കുന്നുണ്ട്. റൂമിൻ്റെ വാടകയും ഒക്കെ ഹരി കൊടുക്കാൻ കേട്ടോ. 3500 രൂപയോളം ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നെങ്കിൽ റൂമിൻ്റെ കീ തരാമെന്ന് പറഞ്ഞിട്ട് റൂം കൊണ്ടു കൊടുക്കുക. എന്നിട്ട് ആ പെങ്കുച്ചിനോട് പറയുന്നുണ്ട്, വാടി നമുക്ക് അകത്ത് പോവാം, നമുക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. റെസ്റ്റ് എടുക്കാൻ ഞാനില്ല, വേണ്ട ഹരിയേട്ടാന്ന് പറയാം. അതെന്താടി ഇവിടെ വരെ വന്നിട്ട് ഒന്ന് മുഖം കൈയും കാലും ഒക്കെ കഴുകിയിട്ടെങ്കിലും പോകണ്ടേ? അല്ല പോകണം, അത് ശരി, പക്ഷേ എനിക്കതൊന്നും വേണ്ട. അല്ല അങ്ങനെ പറയരുത്, ഇവിടെ വരെ വന്നല്ലേ, ഒന്ന് റൂം കണ്ടിട്ടെങ്കിലും പോവാം. മാക്സിമം ആ കൊച്ചിനെ ആ റൂമിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഹരി അങ്ങേറ്റം കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷേ വന്ന പെങ്കൊച്ച് ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് പോകണം, നമുക്ക് പിന്നീട് ഒരു ദിവസം വരാം ഹരിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് പോവാം കേട്ടോ. അങ്ങനെ ആ കുട്ടി അങ്ങോട്ട് മാറി നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് റൂം ബോയോട് പറയുന്നുണ്ട്, എടാ 3500 എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചല്ലേ, പക്ഷേ അവളാണെങ്കിൽ അകത്ത് കയറാൻ പോലും വന്നിട്ടില്ല, വെറുതെ പൈസ നഷ്ടമായി, നീ കാശ് പകുതി എനിക്ക് തരാവോ തിരിച്ച്? അതൊന്നും പറ്റത്തില്ല, ഞാൻ ബുക്കിൽ എഴുതിപ്പോയി ഇന്ന് ഗസ്റ്റ് ഉണ്ടെന്ന്, അതുകൊണ്ട് മുതലാളിക്ക് മുഴുവനും പൈസ കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ സാറേ, ഈ വന്നിരിക്കുന്ന പെങ്കൊച്ച് നിങ്ങൾക്ക് ചേരുന്നതൊന്നും അല്ല, അല്ലെങ്കിൽ ഇവിടെ ദിവസം ഓരോന്ന് വരുന്നു പോകുന്നതല്ലേ, ഞങ്ങൾ കാണുന്നതല്ലേ, ഒന്ന് പോടാ എണീറ്റ് എന്ന് പറഞ്ഞ് ഹരിക്ക് അങ്ങ് ദേഷ്യം വന്നു കേട്ടോ. എന്നിട്ട് ആ കൊച്ചിനോട് പിന്നീട് ഭയങ്കര ദേഷ്യം. എന്തിനാ ഹരിയേട്ടാ എന്നോട് ദേഷ്യം കാണിക്കുന്നത്? അല്ല ഞാൻ വിളിച്ച പോലെ നീ വന്നില്ലല്ലോ, അതൊന്നും ശരിയല്ലാന്നേ, അങ്ങനെ റൂമൊക്കെ എടുത്ത് വന്ന് നിൽക്കുന്നതൊന്നും ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് വേണമെങ്കിൽ വേറൊരു ദിവസം ആയിക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞ് ഹരി ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കട്ടോ. അങ്ങനെ അതിനെയും വിളിച്ചും കൊണ്ട് ബൈക്കിൽ കയറി തിരിച്ച് പോവുകയാണ്, ദേഷ്യമൊക്കെ അടക്കി വച്ചിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് ഒരു കോളിംഗ് ബെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതാരാ വന്നത് എന്നറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി ചെല്ലാണ്. ആരാണ്? നമ്മുടെ അലീന പോയി ഡോറൊക്കെ തുറക്കുകയാണ്. നോക്കുമ്പോൾ ഗോവർദ്ധനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഗോവർദ്ധനം വന്നിട്ട് നേരെ ഓടി വന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അപ്പം തന്നെ ചോദിക്കുന്നുണ്ട്, ആശുപത്രിയിൽ ആരും ഇല്ലല്ലോ, നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്? അവിടെ സുന്ദേച്ചിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എൻ്റെ ഭാര്യ അവിടെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ല, ഇതിപ്പം ഞാൻ വന്നത് മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ ബില്ല് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബില്ലോ? ആശുപത്രിയിൽ നിന്ന് ബില്ല് വന്നിട്ടുണ്ട്, ഇതെല്ലാം കൂടി ശിവേട്ടൻ എൻ്റെ കയ്യിൽ തന്നോ. ഇതിപ്പോൾ കുറേ ബില്ലുണ്ടല്ലോ, എത്രയുണ്ട് നോക്കട്ടെ, 2 ലക്ഷത്തിന് പുറത്തുണ്ടല്ലോ. അത് ശരി, ഓപ്പറേഷന് മേലെയായി, ഓപ്പറേഷന് മാത്രം ഇതിന് മേലെയായി. ഇതിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനിയും കിടക്കല്ലേ ലക്ഷങ്ങൾ ചിലവാക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, പറ്റിപ്പോയില്ലേ, ചിലവാക്കിയല്ലേ പറ്റൂ എന്ന് ഗോവർദ്ധനും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രനെ ചോദിക്കണോട്, ഇത് ശിവേട്ടൻ നിൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ? അല്ല, ബാലചന്ദ്രനെ ഏൽപ്പിക്കാൻ പറഞ്ഞു ബില്ലടയ്ക്കാനായിട്ട്. ഞാൻ എടാ പിന്നെ എരി കയറ്റാനും ചെണ്ട കൊട്ടാനും മൂട് താങ്ങാനൊക്കെ പുറകെ നടക്കുമല്ലോ അല്ലേ, പക്ഷേ പെങ്ങളുടെ ബില്ല് കണ്ടപ്പോൾ കൈ വറച്ചോ? അത് നല്ല സ്വഭാവമല്ലല്ലോ. ബില്ലടയ്ക്കാൻ വേണ്ടി മാത്രം ബാലചന്ദ്രൻ വേണമല്ലേ? അപ്പോൾ ഗോവർദ്ധന ചോദിക്കണ്ട, അവർ നോക്കുമ്പോൾ ഇതിപ്പോൾ ബാലേട്ടനല്ലേ അതിൻ്റെ കടമ, ബാലേട്ടനല്ലേ ഭർത്താവ്. അത് ശരി, അപ്പോൾ എനിക്ക് എന്ത് കടമ? എൻ്റെ അടുത്തൊരു അക്ഷരവും മിണ്ടാതെ പാതിരാത്രി സാധന ജംഗമങ്ങളെല്ലാം കെട്ടിപ്പറക്കി ഇറങ്ങിപ്പോയി ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇപ്പം ഞാനാണോ കുറ്റക്കാരൻ എന്നിങ്ങനെ ചോദിക്കണത്. ആര് പിണങ്ങി പോയാലും ഇപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ബാലേട്ടനല്ലേ ഏട്ടത്തിയുടെ ഭർത്താവ്, അപ്പോൾ ബാലേട്ടൻ തന്നെ അടയ്ക്കണ്ടേ? എടാ ഗോവർദ്ധന, എനിക്ക് ബില്ലടയ്ക്കാൻ കഴിയാത്തതുകൊണ്ടൊന്നുമല്ല, ഈ ബില്ല് എൻ്റെ ഒരു രോമം കൊഴിയുന്നതിൻ്റെ അത്രേ ഉള്ളൂ. പക്ഷേ 2.25 ലക്ഷം രൂപയുടെ ബില്ല് ശിവേട്ടൻ തൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞപ്പോഴേ എനിക്ക് ദേഷ്യം വന്നു. സ്വന്തം പെങ്ങളല്ലേ, അല്ലെങ്കിൽ തന്നെ താൻ ആരാണ് പറ? തൻ്റെ കൂടപ്പിറപ്പാണോ? അല്ലല്ലോ. ബില്ല് നിന്ന് അയാൾക്ക് നാണയില്ലെങ്കിലും വാങ്ങിയ നിനക്ക് നാണയില്ലേ? ബാലയുടെ എന്നെയല്ലേ പറഞ്ഞയച്ചത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന്, അതുകൊണ്ടല്ലേ ഞാനത് വാങ്ങിയത്. താൻ നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹോസ്പിറ്റലുകാർ തൻ്റെ കയ്യിലാണ് ബില്ല് തന്നെങ്കിൽ താൻ കൊണ്ടടച്ചോ, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ കൊടുത്തത് ശിവേട്ടനല്ലേ, ശിവേട്ടൻ കൊണ്ടുവന്ന് നിൻ്റെ കയ്യിലാണ് തന്നത്, അത് ശരിയായോ? അയാൾ മാനിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നാളെ ഞാൻ ചെല്ലുമ്പോൾ ബില്ല് കാണിച്ച് എന്നോട് പറയണം, ബാലചന്ദ്ര ഇത് താൻ പേ ചെയ്യണോ അതോ ഞാൻ തന്നെ അടയ്ക്കണമെന്ന്. അതാണ് അന്തസ്സ്. അപ്പോൾ ഞാൻ പറയും, എൻ്റെ ഭാര്യയുടെ ബില്ല് ഞാൻ പേ ചെയ്യും, അതെൻ്റെ അന്തസ്സ്. ഇത് അവിടെ നിന്നൊരാളിൻ്റെ കൊണ്ട് കൊടുത്തിരിക്കുന്നു ബില്ല്, നാണം കെട്ട വർഗ്ഗങ്ങൾ എന്നിങ്ങനെ ബാലചന്ദ്രൻ ദേഷ്യം പിടിച്ചിട്ട് പറയാട്ടോ. അപ്പോൾ ഗോവർദ്ധൻ അവിടെ ഇരുന്നിട്ട് വീണ്ടും ഒരു ചെക്കും എല്ലാം എടുത്ത് പതിയെ എടുത്ത് കൊടുക്കുക, പേടിച്ചാൽ കൊടുക്കണം. കാരണം കട്ട ദേഷ്യത്തിലാണ് ബാലചന്ദ്രൻ, ഇനി എന്താ പൊട്ടിത്തെറിക്കുകയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ബാലചന്ദ്രൻ ആ ചെക്കൊക്കെ വാങ്ങി അതിൽ
ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാം ആശുപത്രിയിലേക്ക് ഞാൻ വരാം, നീ പൊക്കോ. ആ സമയത്ത് അലീന ഒരു കപ്പ് ചായയായിട്ട് ഗോവർദ്ധന് കൊണ്ടു കൊടുക്കുക. ഗോവർദ്ധൻ അത് വാങ്ങിച്ച് താങ്ക്സ് ഒക്കെ പറയാനുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എനിക്കെന്താ ഇല്ലേ ചായ, ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അലീന ഇല്ലയെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആഹാരം കഴിക്കാനുള്ള സമയമായി, അതുകൊണ്ട് തന്നെ ചായ കൊടുക്കാത്തത്. കാരണം അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുമല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ പറയേണ്ട മനു അവിടെ ഉണ്ടല്ലോ, ആ സമാധാനത്തിലാണ് ഗോവർദ്ധൻ ഇവിടെ വന്നത്. അതെല്ലാം കഴിഞ്ഞ് ബാലചന്ദ്രനും ആശുപത്രിയിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ മനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. പിന്നെ സുലോചന ആൻറ്റി ഇവിടെ വിളിപ്പിച്ചായിരുന്നു അകത്തേക്ക്. നീ കണ്ടിരുന്നോ എന്നിങ്ങനെ ബാലചന്ദ്രൻ സഹോദരിയോട് ചോദിക്കുകയാണ്. അപ്പോൾ സുലോചന പറയുന്നുണ്ട്, അവിടെ ക്ലീൻ ചെയ്യാൻ നേരത്തൊക്കെ എന്നെ കൂടെ അകത്ത് വിളിച്ചിരുന്നു. ഭയങ്കര നിലവിളിയായിരുന്നു വേദനയ്ക്ക്. നിന്നെ തിരിച്ചറിഞ്ഞു, പക്ഷേ സംസാരിക്കാനൊന്നും വയ്യ. താടിയലിന് പൊട്ടലുണ്ട്, വാ അനക്കാൻ വയ്യല്ലോ. പിന്നെ എന്നെ കണ്ടു, തിരിച്ചറിഞ്ഞു. പിന്നെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞിരിക്കുകയല്ലേ, മുഖത്തിൻ്റെ പകുതി ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ, പകുതിയും ബാൻഡേജ് ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിലേക്ക് പൊക്കോട്ടോ, കുട്ടികളെയൊക്കെ നോക്കണ്ടേ, ഞാനിവിടെ ഉണ്ടല്ലോ. എന്നിട്ട് മനുവിനോട് യാത്ര പറഞ്ഞ് സഹോദരിയും പോവാട്ടോ. അപ്പോൾ വീട്ടിൽ ആരുണ്ടെന്ന് മനു ചോദിക്കുകയാണ്. അലീനയും കൃഷ്ണമോളും ഉണ്ട്, ഇനി വേറെ ആരും ഇല്ലല്ലോ. പിന്നെ നിൻ്റെ അച്ഛനൊക്കെ ഇവിടെ പോയി? ഈ രാത്രി 11 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ എന്ത് റൂം എടുത്തിട്ടുണ്ട്. പിന്നെ നീ നിൻ്റെ അച്ഛനോടും കൊച്ചിനോടൊക്കെ പറയണം, ദൈവത്തെ ഓർത്ത് ഇവിടെ സഹായിക്കാനൊന്നും വരരുത്. അല്ലെങ്കിൽ അവരെന്ത് സഹായം മകളെ ചെയ്യുന്നത്, വെറുതെ ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് പോകും, അത്ര തന്നെ. എന്നിട്ട് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, നീ ഇന്നലെ രാത്രിയൊക്കെ ഉറങ്ങാതിരുന്നല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും. അങ്കിളും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. സാരമില്ലെന്നേ, എൻ്റെ സുലോചന എന്തായാലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഗോവർദ്ധൻ ഒരിക്കലും തിരിച്ച് വരുമല്ലോ, പിന്നെ ഞാനെങ്ങനെ ഒറ്റയ്ക്കാവുക. നീ ചെല്ലേ, വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക കേട്ടോ. അങ്ങനെ മനു അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു സിസ്റ്റർ വന്ന് പറയുന്നുണ്ട്, വൈജയന്തിയുടെ ബൈസ്റ്റാൻഡറല്ലേ, 5 മിനിറ്റ് സമയമുണ്ട്, കയറി കാണാം. അങ്ങനെ ബാലചന്ദ്രൻ തൻ്റെ ഭാര്യയെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. വൈജ കിടക്കണ കിടപ്പ് കാണുമ്പോൾ തന്നെ ആകെ ഒരു വല്ലാത്ത വിഷമമുണ്ട്. എന്നിട്ട് ആ സമയത്ത് വൈജ അവസാനമായി പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കുന്നുണ്ട്. അലീന ബാലചന്ദ്രൻ്റെ മറ്റൊരു സ്ത്രീയിലുണ്ടായ ഒരു പെങ്കൊച്ചാണോ? ഇത്രയും കാലം 10-23 വർഷം നിങ്ങൾ എന്നെ ചതിച്ച് ജീവിച്ചല്ലേ. ഇത്ര കാലം ഞാനൊരു പൊട്ടിയായിട്ട് നിങ്ങളുടെ കൂടെ ജീവിച്ചു, നിങ്ങൾ എന്നെ പൊട്ടിയാക്കി എന്നെ വഞ്ചിച്ചു. ഇനി അത് വേണ്ട, എനിക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, അലീന നിങ്ങളുടെ മകളാണോ അല്ലയോ? അല്ലെങ്കിൽ അവളെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനമായിട്ട് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നില്ലേ. അതൊക്കെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കട്ടോ. പക്ഷേ അങ്ങനെ ഇതൊക്കെ ഓർത്തെടുക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ കണ്ണ് നിറയാണ്. ഇപ്പോൾ ഈയൊരു കിടപ്പ് തന്നെയല്ലേ. എന്നിട്ട് സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, ബോധം വീണിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ സിസ്റ്റർ പറയുന്നുണ്ട്, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, സെഡേഷൻ ഉണ്ടാവും, താമസിക്കും, പെട്ടെന്നൊന്നും ആവില്ല. കാരണം വലിയൊരു ഓപ്പറേഷൻ, 1-2 ഓപ്പറേഷനല്ലോ, എത്ര എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ 2-3 മണിക്കൂർ ആകുമ്പോഴത്തേക്കിനും ഉണരേണ്ടതാണ്. ഇതിപ്പോൾ ഇതുവരെ ഉണർന്നിട്ടില്ല. കൃത്യമായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ ഡോക്ടറോട് തന്നെ ചോദിക്കേണ്ടി വരും. വേറെ ആർക്കെങ്കിലും കയറി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സിസ്റ്റർ പറയുന്നുണ്ട്, എല്ലാവരെയും കയറി കാണിക്കാനൊന്നും പറ്റില്ല, വിസിറ്റേഴ്സിൽ ഐസിയിലൊന്നും കയറാൻ പറ്റത്തില്ല. പിന്നെ ഒരാൾക്ക് വേണമെങ്കിൽ 5 മിനിറ്റ് കാണാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. അങ്ങനെ വൈജയെ കണ്ടിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ആ സമയത്ത് ഗോവർദ്ധനൻ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബാലനോട് ചോദിക്കുന്നുണ്ട്, ബാലേട്ടാ ചേച്ചിയെ കണ്ടിട്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാം. ഗോവർദ്ധനം കണ്ടില്ലേ, അതുപോലെ തന്നെ. അതല്ല, ഇപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചത്. ബോധം വന്നിട്ടുണ്ടോ? ഇല്ല, അനസ്തേഷ്യയുടെ മയക്കത്തിലാണ് കിടക്കുന്നത്, ഇനിയും സമയം എടുക്കുന്നതാണ് പറഞ്ഞത്. ഭക്ഷണമൊക്കെ എങ്ങനെ കഴിക്കും? അതിനൊക്കെ ട്രിപ്പുകളുണ്ടല്ലോ. പിന്നെ ബോധം വീണ് കഴിഞ്ഞാലും കഴിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ട്യൂബ് വഴിയൊക്കെ ആയിരിക്കും ഇനി ഇങ്ങനെ. അപ്പോൾ ഗോവർദ്ധന് വിഷമമാവണുണ്ട്. ഗോവർദ്ധന് പറഞ്ഞു, എങ്ങനെ കഷ്ടമായിപ്പോയി, ഒരു കുഴപ്പമില്ലാതിരുന്ന ആളായിരുന്നില്ലേ, എത്ര പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഒരു നിമിഷം കൊണ്ട്. പാവം ചേച്ചി. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഈ റോഡ് സേഫ്റ്റിക്കാരെ അവിടെ സമയം കളയാൻ വേണ്ടിയിട്ടില്ല, മുക്കിന് മൂലയിലൊക്കെ ഡിവൈഡറും അതും ഇതൊക്കെ വെക്കുന്നത്, അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് പോകണം. ഒരു നിമിഷം അശ്രദ്ധ കാണിച്ചാൽ മതി, മനസ്സിലായോ? അപ്പം തന്നെ നമ്മുടെ ജീവിതം അവിടെ തീരും. റോഡിന് മാത്രമല്ല, ജീവിതത്തിലും എല്ലാത്തിലും അങ്ങനെ തന്നെ. ഒരു നിമിഷം ഒന്ന് തെറ്റിയാൽ മതി, എല്ലാം തകരും. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ ഈ ഒരു അവസ്ഥ ഓർത്തിട്ട് ബാലേട്ടന് എൻ്റെ ഒരു വിഷമമില്ലേ? എടാ, ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് ഉണ്ടായത്? തന്നെത്താൻ വരുത്തി വെച്ചതല്ലേ, അല്ലാതെ വേറെ ആരും ചെയ്തു വെച്ചതല്ലല്ലോ. എന്നെ സങ്കടം അത് തനിയെ ഉണ്ടായി വരേണ്ടതാണ്, അഭിനയിക്കേണ്ടതല്ലല്ലോ. ആണോ? ഉള്ളിൽ നിന്ന് വരണം, അത്രയേ ഉള്ളൂ. ഗോവർദ്ധനൊന്നും മനസ്സിലാവില്ല കേട്ടോ, കാര്യമൊന്നും ഇവർക്ക് അറിയില്ലല്ലോ എന്താന്ന്. ബാലചന്ദ്രൻ്റെ മാനസികാവസ്ഥ അങ്ങനെയല്ലേ. അങ്ങനെ നമ്മുടെ രാജീവൻ വന്ന് ഡോക്ടറോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എൻ്റെ സഹോദരിയാണ് ഇവിടെ കിടക്കുന്നത്, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അപ്പോൾ ഡോക്ടർ ഇത്രയും ഗൗരവത്തിൽ തന്നെ പറയുന്നുണ്ട്, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞില്ലേ,
കയ്യിലും 2 കാലിലും ഒക്കെ ഫ്രാക്ചർ ഉണ്ടല്ലോ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നല്ലോ. സർജറി എല്ലാം കഴിഞ്ഞു. ICUയിൽ നിന്ന് ഇന്നോ നാളെ ചിലപ്പോൾ റൂമിലേക്ക് മാറ്റും. സംസാരിക്കാൻ പറ്റുമോ ഡോക്ടർ എന്ന് ചോദിക്കുന്നുണ്ട്. താടി അലിന് ചെറിയ പൊട്ടലും ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പല്ലും ഇളകിയിട്ടുണ്ട്. തൽക്കാലം സംസാരിക്കുന്നതിന് നിവർത്തിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എല്ലാം ശരിയാവും, കുറച്ച് ദിവസം എടുക്കും അല്ലേ ഡോക്ടർ? കുറേ ദിവസമല്ല, കുറേ ആഴ്ചകൾ തന്നെ വേണ്ടി വരും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് രാജീവൻ അവിടുന്ന് പുറത്തേക്ക് പോവാട്ടോ. പുറത്തേക്ക് വന്നിട്ട് ശിവനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടാ ഡോക്ടർ, കാര്യങ്ങളൊക്കെ പറഞ്ഞോ? അങ്ങനെ അവർ തമ്മിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പറയാം, കാറ് കിടക്കണ കിടപ്പ് കണ്ട് അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് തന്നെ വിചാരിച്ചില്ല. അത്രയെങ്കിലും ഭാഗ്യം. ആണോ? അതെങ്ങനെ നീ കണ്ടു? ഹരി ആ സമയത്ത് ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിലേക്ക് പോയായിരുന്നു. അവിടെ പോയി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അത് ദേ എൻ്റെ കയ്യിലുണ്ട്. ആണോ? നീ എന്നെ ഒന്ന് കാണിച്ച്. അങ്ങനെ വൈജയ്ക്ക് നടന്ന ആക്സിഡൻറ്റ് സ്ഥലത്ത് നടന്ന ചില കാര്യങ്ങളൊക്കെ വീഡിയോ വഴി കിട്ടിയതെല്ലാം ഹരിയുടെ കയ്യിലുണ്ടായിരുന്നു. ഹരി കൊച്ചനായ രാജീവിന് അയച്ചു കൊടുക്കുന്നുണ്ട്. രാജീവ് അത് ശിവനെ കാണിക്കുക. ഇവരിത് പരസ്പരം കണ്ടിട്ട്, അയ്യോ ഇത്രയും വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നല്ലേ നടന്നത്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ ഇതിലേക്ക് ഇങ്ങോട്ട് അയച്ചതാന്ന് പറയാട്ടോ. അങ്ങനെ ആ ഒരു ഇത് എടുത്തിട്ട് നേരെ എല്ലാവർക്കും അയച്ചു കൊടുക്കാട്ടോ. സ്വന്തം സഹോദരിയാണ് ഈ കിടക്കുന്നതെന്നും ഒന്നും നോക്കുന്നില്ലേ. അപ്പോൾ അതൊന്നും നോക്കാണ്ട് പോലും വലിയ കാര്യത്തിൽ വീഡിയോ എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യാട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുവാണ് അവർ. അപ്പോഴാണ് ഗോവർദ്ധൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഗോവർദ്ധനും ഇവരെ കണ്ട ഉടനെ തന്നെ എണീക്കാട്ടോ. അപ്പോൾ ചോദിക്കാണ്, ആഹാ നീ മാത്രമേ ഉള്ളൂ ഗോവർദ്ധന ഇവിടെ? ആ ബാലേട്ടനൊക്കെ ഉണ്ടായിരുന്നു, അവരിപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ എല്ലാവരും കൂടെ ഇവിടെ നിന്നിട്ട് എന്തിനാ ഇപ്പം? കൂടിപ്പോയാൽ ബില്ലടയ്ക്കണമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ എന്ന് ഗോവർദ്ധനം പറയാം. അപ്പോൾ ഹരിക്കും ശിവനും ദേഷ്യം വരെ, എന്താടാ നീ അങ്ങനെ പറഞ്ഞത്? നീയാണോ ബില്ലടയ്ക്കുന്നത്? ഞാനല്ല, പിന്നല്ലാതെ നിങ്ങളോ അടയ്ക്കുന്നില്ലല്ലോ എന്ന് തിരിച്ചും വച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ വീട്ടിൽ നിന്നാണോ കൊടുക്കുന്നത്? വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കണമെന്നുണ്ടോ എന്നിങ്ങനെ തിരിച്ച് ഗോവർദ്ധനം ചോദിക്കുകയാണ്. അവസാനം രാജീവ് പറയാം, ബില്ലൊക്കെ ബാലചന്ദ്രൻ തന്നെ പേ ചെയ്തോളും, അവൻ്റെ ഭാര്യയല്ലേ ICUയിൽ കിടക്കുന്നത്. അതെ, അല്ലാതെ ആകെയുള്ളൊരു കൂടപ്പുറപ്പല്ലേ. എന്തായാലും 10-45 വർഷം കഴിഞ്ഞല്ലോ ആ ഒരു ബന്ധം തുടങ്ങിയിട്ട് അല്ലേ. അപ്പോൾ ആദ്യം നിങ്ങളുടെ സഹോദരിയല്ലേ, അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ അത് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞല്ലേ ബാലേട്ടൻ വരുള്ളൂ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ വീണ്ടും ഗോവർദ്ധനം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പകുതി വർഷത്തെ ബന്ധം മാത്രമേ ബാലേട്ടനുള്ളൂ, ബാക്കി പകുതി കൂടുതൽ നിങ്ങൾക്കാണല്ലോ. അല്ല നീ എന്താടാ കമ്പ്യൂട്ടറിൽ അടിച്ചു വെച്ചതുപോലെയാണ് സംസാരിക്കണത് എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ശിവൻ പറഞ്ഞിട്ടുണ്ട്, മതി ഇനിയിപ്പോൾ ചൊറിയാൻ നിൽക്കണ്ട ഇവനെ, നമുക്ക് പോവാം. നീ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോ, തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ തന്നെ ഞങ്ങളുണ്ടാവും. അപ്പോൾ വീണ്ടും ഗോവർദ്ധനം ചോദിക്കുന്നുണ്ട്, എന്താവശ്യം? ആവശ്യം തിരിഞ്ഞും വീണ്ടും ഗോവർദ്ധനൻ ദേഷ്യം വന്നങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ രണ്ടുപേരും കൂടെ എന്തൊക്കെയായാലും പറഞ്ഞിട്ട് അങ്ങ് പോവുക കേട്ടോ. ഇനിയിപ്പോൾ ചൊറിഞ്ഞാൽ ഗോവർദ്ധൻ്റെ വായിക്കണം ഞങ്ങൾ കേൾക്കണമല്ലോ എന്ന് വെച്ചിട്ട്. ഇതൊക്കെ തന്നെയാണ് നല്ലൊരു എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.